Hi to everyone. Welcome to our English time. Hope you all are safe. Stay home, stay safe. In our last class, we discussed about the core course Appreciating Prose. Today, we are going to deal with the module first, Introduction to Prose. Firstly, I introduce you the different genres of literature. What are the different genres of literature? Can you say the different genres of literature? Definitely, you can say. Mainly, there are four literary genres: poetry, drama, novel, prose writing. ഈ 4 ടൈപ്പുകളാണ് ലിറ്ററേച്ചറിൻ്റെ ഫോമുകളായിട്ട് ഉള്ളത്. ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പ്രോസ് റൈറ്റിങ്ങിനെ കുറിച്ചാണ്. വാട്ട് ഈസ് എ പ്രോസ് ബേസിക്കലി? എന്താണ് ഒരു പ്രോസ് എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പോയട്രിയെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഒരു പോയട്രിയിൽ ഒരു പോയം എഴുതുമ്പോൾ എന്തൊക്കെയാണ് അതിലുള്ളത്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എ പോയട്രി ആൻഡ് പ്രോസ്. പദ്യവും ഗദ്യവും അല്ലേ? പ്രോസ് എന്ന് പറയുമ്പോൾ ഗദ്യം എന്നാണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എ പ്രോസ് ആൻഡ് പോയട്രി? പോയട്രിയിൽ നമ്മൾ ഒരുപാട് ഫിഗറേറ്റീവ് ആയിട്ടുള്ള ആലങ്കാരികമായിട്ടുള്ള ഭാഷകൾ, റൈം, റിതം എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ പ്രോസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? എനിത്തിങ് റിട്ടൺ ഓർ സ്പോക്കൺ ഇൻ ആൻ ഓർഡിനറി ഫോം ഈസ് കോൾഡ് പ്രോസ്. അതായത് ഒരു ആലങ്കാരികമായിട്ടുള്ള, ഇറ്റ് ഡസൻ ഫോളോ എ മെട്രിക്കൽ ഓർ ഫിഗറേറ്റീവ് ലാംഗ്വേജ്. അതിൽ എന്തുണ്ടായിരിക്കില്ല? ആലങ്കാരികമായ ഭാഷകളോ ഒന്നും തന്നെ ഒരു മീറ്ററോ വൃത്തങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. സാധാരണ രീതിയിൽ കോൺവെർസേഷണൽ ടോണിലൂടെ ഒരു കാര്യം അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോസ് എന്ന് പറയുന്നത്. Then in another word we can say that anything that is not poetry is called prose. അതായത് പോയട്രി അല്ലെങ്കിൽ വേഴ്സ്, പോയട്രി പറയുന്ന മറ്റൊരു പേരാണ് വേഴ്സ്. ആ രൂപത്തിലല്ലാത്ത ഏതൊരു റൈറ്റിങ്ങിനെയും അല്ലെങ്കിൽ ഏതൊരു സ്പോക്കൺ പീസിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രോസ് എന്ന് പറയാം. ഇപ്പം എത്രയാണ് പ്രോസിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ബേസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. Then how can we give a proper definition to prose writing? എങ്ങനെ കൊടുക്കാൻ പറ്റും നമുക്ക് നല്ലൊരു ഡെഫിനിഷൻ? Then നോക്കുക, any communication through the use of language or statements without the use of rhythm, rhyme, meter, but with a proper grammatical structure can be considered as prose. പക്ഷേ അതിൽ എന്തുണ്ടായിരിക്കും? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ പ്രോസിന് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രത്യേക റിതമോ അതിൽ റൈം സ്കീമുകളോ മീറ്ററോ ഫിഗറേറ്റീവ് ലാംഗ്വേജോ ഒന്നും ഇല്ല എങ്കിൽ പോലും അതിനെന്തുണ്ടായിരിക്കും? ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രാമാറ്റിക് സ്ട്രക്ചർ ഉള്ള മെറ്റീരിയലിനെയാണ്, ഒരു പീസ് ഓഫ് ലിറ്റററി ഫോമിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രോസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. Next is about the etymology of the word prose. Etymology means the origin. അതായത് അതിൻ്റെ ഉത്ഭവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. This literary form came into existence in 14th century. 14th centuryയിലാണ് ഈ പ്രോസ് റൈറ്റിംഗ് കൂടുതലായിട്ട് ആദ്യമായിട്ട് ഉണ്ടായത്. The word prose is derived from the French word prose, which in turn originates in the Latin word pros oratio, which means straightforward or direct speech. പ്രോസ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള പ്രോസ് എന്നുള്ളതിൽ നിന്ന് തന്നെയാണ്. ഫ്രഞ്ചിലേക്ക് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള പ്രോസ് ഒറേഷ്യോ എന്നുള്ളതിൽ നിന്നാണ്. അതിൻ്റെ മീനിങ്
സ്ട്രേറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്പീച്ച്, നേരിട്ടുള്ള സംഭാഷണം എന്നാണ്. ഇതാണ് അതിൻ്റെ ഒരു എറ്റിമോളജി എന്ന് പറയുന്നത്. 14th സെഞ്ചുറിയിലാണ് ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. പിന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള പ്രോസിൽ നിന്നാണ്. ഫ്രഞ്ചിലേക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള പ്രോസ് ഒറേഷ്യോ. അതിൻ്റെ മീനിങ് സ്ട്രേറ്റ് ഫോർവേഡ് ഓർ ഡയറക്റ്റ് സ്പീച്ച്. ഇത്രയാണ് അതിൻ്റെ എറ്റിമോളജിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോസ്. പ്രോസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. There are 4 types of prose writing. First is fiction, second is non-fiction, third is heroic prose, fourth one is prose poetry. These are the classification of prose. അതിൽ ഫസ്റ്റ് ഫിക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫിക്ഷൻ ഇൻക്ലൂഡ്സ് നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്. ഫിക്ഷനിൽ പ്രധാനമായിട്ടുള്ളത് എന്താണ്? നോവലുകളും ഷോർട്ട് സ്റ്റോറികളുമാണ്. അതിൽ രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഒരു നോവലും ഷോർട്ട് സ്റ്റോറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ചില കാര്യങ്ങളൊക്കെ അവർ സാമ്യതകളാണ്, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളും അവ തമ്മിലുണ്ട്. എന്താണ് ആ ഒരു സാമ്യതകൾ എന്ന് പറയുന്നത്? രണ്ടിനും എന്താണ്? പ്ലോട്ട് ഉണ്ടായിരിക്കും, സെറ്റിംഗ് ഉണ്ടായിരിക്കും, ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. അത് രണ്ട് വിഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ എന്താണ് ഒരു വ്യത്യാസം? നോവൽ എന്ന് പറയുന്നത് എന്താണ്? ലോങ് സ്റ്റോറീസ്. ലോങ് സ്റ്റോറീസിനെയാണ് നമ്മൾ നോവൽ എന്ന് പറയുന്നത്. ഏകദേശം അബവ് 50,000 വേർഡ്സ്, ഏകദേശം ഒരു 50,000 വാക്കുകൾ, അതുപോലെ തന്നെ about 170 പേജസ്, ഇത്രയും ഉണ്ടായിരിക്കും ഒരു നോവലിന്. നേരെ മറിച്ച് ഷോർട്ട് സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര വാക്കുകളാണ്? ഒരു 2000 മുതൽ 7500 വരെ ആയിരിക്കും അതിൻ്റെ വാക്കുകൾ. പിന്നെ അതിൻ്റെ പേജസിൻ്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 മുതൽ 25 വരെ, 5 to 25 ആണ് അതിൻ്റെ പേജിൻ്റെ കണക്ക്. ഇതാണ് ഫിക്ഷൻ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. നോവൽസും ഷോർട്ട് സ്റ്റോറീസും അവ തമ്മിലുള്ള ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. എന്താണ് നോവൽസ്, എന്താണ് ഷോർട്ട് സ്റ്റോറി എന്നുള്ളതാണ് ഫിക്ഷൻ, ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ഫിക്ഷനിൽ വരുന്നത്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഇൻക്ലൂഡ്സ് നോൺ ഫിക്ഷൻ. അതിൽ വരുന്നത് ഡയറീസ്, ലെറ്റർ, സ്പീച്ചസ് എക്സെട്ര. അപ്പോൾ പലതരത്തിലുള്ള ലെറ്ററുകൾ, അതുപോലെ തന്നെ സ്പീച്ചുകൾ, ഡയറികൾ, ഇതെല്ലാം ലിറ്ററേച്ചറിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ പല ലെറ്റേഴ്സ്, ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിന് എഴുതുന്ന ലെറ്റർ, ഒരു അച്ഛൻ മകന് എഴുതുന്ന ലെറ്റർ, അങ്ങനെയുള്ള ലെറ്റേഴ്സൊക്കെ നമുക്ക് ലിറ്ററേച്ചറിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല പ്രസിദ്ധമായിട്ടുള്ള സ്പീച്ചുകൾ, അതൊക്കെ നമുക്ക് ലിറ്ററേച്ചറിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് തന്നെയാണ്. ഡയറീസ്, അതൊക്കെ ലിറ്ററേച്ചറിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതെല്ലാം ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്? നോൺ ഫിക്ഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ദെൻ തേർഡ് വൺ, ഹീറോയിക് പ്രോസ്. ഹീറോയിക് പ്രോസ് ഈസ് ഓൾസോ കോൾഡ് ഫോക്ലോർസ്. ഫോക്ലോർസ് ഓർ ഓറൽ സ്റ്റോറീസ്. അതായത് ഒരു ജനറേഷനിലെ ഒരു സ്റ്റോറി അത് ഓറലായിട്ട്, വാമൊഴിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം. നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ വടക്കൻ പാട്ട്. ആ വടക്കൻ പാട്ട്, ചന്തുവിൻ്റെ ആ കഥകളൊക്കെ പാണനാര് പാട്ടായിട്ട് പാടി നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഹീറോയിക് പ്രോസ് എന്ന് പറയുന്നത്. ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് ആ സ്റ്റോറീസ് കൈമാറി വന്നിരുന്നത് ഓറൽ സ്റ്റോറീസ്, അല്ലെങ്കിൽ അതൊരു ചെറിയ വാമൊഴിയായിട്ട്, പാട്ടിൻ്റെ രൂപത്തിലൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അതിനെയാണ് എന്ന് പറയുന്നത് ഹീറോയിക് പ്രോസ് എന്ന് പറയുന്നത്. ദെൻ അവർ ലാസ്റ്റ് കാറ്റഗറി ഈസ് പ്രോസ് പോയട്രി.
Prose poetry നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. നിങ്ങളുടെ സെക്കൻഡ് സെമിസ്റ്ററിൽ നിങ്ങളൊന്ന് പഠിച്ചിട്ടുണ്ട്, ഒരു prose poetry പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ചാൾസ് ബോഡ്ലെയറിന്റെ ബീഡ് ട്രങ്ക് എന്ന് പറയുന്നത് prose poetryക്ക് ഒരു എക്സാമ്പിൾ ആണ്. എന്താണ് prose poetryയുടെ പ്രത്യേകത? അതായത് പ്രോസിന്റെ രൂപത്തിലായിരിക്കും അത് എഴുതിയിരിക്കാം. പോയട്രിയുടെ എല്ലാ ക്വാളിറ്റീസും അതിനെ ഉണ്ടായിരിക്കും ചെയ്യും. അതായത് പോയട്രിയുടെ എല്ലാ ക്വാളിറ്റീസും അടങ്ങിയ പ്രോസിന്റെ രൂപത്തിലുള്ള ആ ഒരു ലിറ്ററേച്ചർ ഫോമിനെയാണ് നമ്മൾ എന്ന് പറയുക പ്രോസ് പോയട്രി എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ബീഡ് ട്രങ്ക് ബൈ ചാൾസ് ബോഡ്ലെയർ. Now we are going to wind up the session. Before that, I will repeat the main topics of today's class. We discussed about the different genres of literature, the etymology of prose, definition of prose, different kinds of prose writing, etc. I give you an assignment. Write an essay based on the origin of prose writing. You may include the topics etymology, or different kinds, genres of literature, definition. Write the assignment in your notebook. See you in our next class. Have a nice day.